എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിക്കി TN43 ഇവിടെ അടുത്ത ഗൂഡല്ലൂർ പാക്കണ. ഇതിന്റെ മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം തമിഴിലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം മലപ്പുറത്തിലുള്ള മലയാളികളിട്ട് താങ്ങുന്ന ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എന്താ താങ്ങാൻ പോകുന്നത് എന്താന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പിന്നെ എന്റെ വാക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ മലയാളിയല്ല, പക്ക അണ്ണാച്ചിയാണ്. കഴിഞ്ഞ ആഴ്ച പെരുന്നാൾ വെക്കേഷൻ ടൈമിൽ നാടുകാണി ചുരത്തിലായിക്കോട്ടെ, ഊട്ടി ഗൂഡല്ലൂർ റോഡ് ഇവിടെയൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇവിടെ നിന്ന് വികസനം പോരാ. അതുമല്ലാതെ ഈ ടോൾ ഗേറ്റിൽ, നാടുകാണി ടോൾ ഗേറ്റിൽ വന്നിട്ട് വണ്ടികളെ ടോൾ വാങ്ങി പിരിച്ച് മര്യാദയ്ക്ക് വിടാത്തത് കൊണ്ട്, ആളെ കുറച്ച് വെച്ചിട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇമാരി പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇത്ര ട്രാഫിക് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ അവിടുത്തെ കേരളത്തിലുള്ള വ്ളോഗർമാർ കുറേ വീഡിയോസൊക്കെ അങ്ങോട്ട് തള്ളി തന്നിക്കണേ. അപ്പോൾ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ചോദിച്ചറിയണം. അല്ലാതെ നിങ്ങൾ പോകുന്ന പോക്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ചെവി കൂടെ നിങ്ങൾ ഊതി തരാൻ പറ്റൂല. അവിടെ നിന്ന് ചോദിക്കാൻ വേണം, എന്തിനാണ് നിങ്ങൾ ഈ പൈസ വാങ്ങുന്നത്. നാടുകാണി റോട്ടിൽ ഇല്ലീഗലായിട്ടാണ് പൈസ വാങ്ങുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുണ്ടെന്ന് വെച്ചാൽ, നീലഗിരിയിലായിക്കോട്ടെ അല്ലാതെ തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷൻ എവിടെ നിങ്ങൾ പോകുകയാണെങ്കിലും അവിടെ ഗ്രീൻ ടാക്സ് ഒന്ന് അടയ്ക്കണം. അതിൻ്റെ വകുപ്പ് പെട്ടതാണ് ഈ ടാക്സ്. ഓക്കെ, നിങ്ങൾ എൻട്രി കൊടുക്കണമെങ്കിൽ ഹിൽ സ്റ്റേഷനിൽ മാത്രം എന്തായാലും ഈ ടാക്സ് കിട്ടിയിരിക്കണം. അവിടെ അതിനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതും അല്ലാതെ അവിടെ നിങ്ങൾക്ക് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറയും. അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പോകുന്ന പോക്കിൽ അങ്ങോട്ട് തള്ളിയിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹൈവേസ് റോട്ടിൽ രണ്ട് പെണ്ണുങ്ങൾ നിന്നിട്ട് ഇങ്ങനെ പൈസ പിരിക്കുന്നത് അങ്ങനെ ഇല്ലീഗലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറച്ചെങ്കിലും ചിന്തിക്കണം. അതിന് കുറച്ചെങ്കിലും മണ്ടയിൽ മസാല ഉണ്ടെങ്കിൽ മതി. ആദ്യം നിങ്ങളെ നാടുകാണി ചുരത്തിൽ എന്തിനാ അത്രമാത്രം ട്രാഫിക് ആകുന്നുള്ളത് നിങ്ങൾ അറിയണം. ഒന്നാമത്തെ റീസൺ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രം തന്നെയാണ്. അവിടെ വെറും ടോൾ മാത്രമല്ല വാങ്ങുന്നത്, അവിടെ ചെക്കിംഗ് ആണ് മസ്റ്റായിട്ട് നടക്കുന്നത്. ചെക്കിംഗ് മസ്റ്റായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 2018 തന്നെ പറഞ്ഞിട്ടുണ്ട്, നീലഗിരിയിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് ബോട്ടിൽ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. എന്നാലും ഇപ്പോൾ വരെ നിങ്ങളൊക്കെ കെട്ടിയെടുത്തിട്ട് ഈ ബോട്ടിൽ ഇങ്ങോട്ടാണ് കൊണ്ടുവന്ന് തള്ളുന്നത്. ഈ ഒരു റൂൾസ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, 5-8 വർഷമായിട്ട് നടക്കുന്നതല്ലേ. അപ്പോൾ ഇതിൽ വരുമ്പോൾ പിന്നെയും കെട്ടിയെടുത്തിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ 5 ലിറ്റർ ബോട്ടിൽ മാത്രം കൊണ്ടുവരണം, അല്ലാത്ത ബാക്കി 1 ലിറ്റർ 1/2 ലിറ്റർ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അനുസരിക്കാൻ വേണം. അത് നിങ്ങൾ അനുസരിക്കില്ല. എന്നിട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് തള്ളും. അവിടെ നിർത്തിയിട്ട് ഓരോരോ വണ്ടിയിലും ഇത്ര ബോട്ടിലാണ് എടുക്കുന്നത്. കുറഞ്ഞത് 3-4 ബോട്ടിൽ അല്ലാതെ എടുക്കാത്തത് ഇല്ല. എല്ലാം അതിൽ നിന്ന് തന്നെ എടുക്കുന്നത്. ഈ ഒരു ബോക്സ് നോക്കി, അതായത് 8 മണിക്ക് ഡ്യൂട്ടി തുടങ്ങി അതിനുശേഷം 10 മണി വരെ പിടിച്ച ബോട്ടിലാണിത്. ഈ ബോട്ടിൽ ഇവർക്ക് ഇവിടെ വെച്ചിട്ട് ഇന്ന് എത്രയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ചാക്കിലാക്കി വൈകുന്നേരം ആകുമ്പോൾ ഫോട്ടോ ആക്കി അത് കളക്ടർക്ക് അയച്ചതിന് ശേഷം അപ്പുറത്തില്ല ആ റൂമിന്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇത്രയും കുപ്പികൾ ഈ കഴിഞ്ഞ 4 ദിവസത്തിൽ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളുകയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങളെ തെറ്റാണോ അല്ല ഞങ്ങളെ തെറ്റാണോ? ഇവിടെ പിടിച്ചു വെച്ച് ഈ ബോട്ടിലൊക്കെ നിങ്ങൾ വാങ്ങുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇച്ചിരി മേലെ പോയാൽ മേൽക്കൂടലൂർ മേലെ കയറി കഴിഞ്ഞാൽ അവിടെ അടിച്ചാൽ നിങ്ങൾക്ക് ഫൈനാണ്. ആ ഫൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 8 വർഷമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ജനങ്ങളും ഞങ്ങളെ ഗവൺമെന്റും. പക്ഷെ നിങ്ങളെ മണ്ടയിൽ അത് കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഇത്രമാത്രം ട്രാഫിക് നാടുകാണിയിൽ റോഡിൽ ആകാൻ കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം പറയാം, ഇ പാസ് എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് മുമ്പ് വന്ന ഒരു സംഭവമാണ്. ഇ പാസ് എടുക്കാതെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇ പാസ് ചെക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിയെടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നത്. അത് എവിടെ? അവിടുന്ന് നാടുകാണി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഡല്ലൂരിന്റെ ഇപ്പുറത്ത് മുതുമല, പാട്ടവയൽ, ചേരമ്പാടി ഇവിടൊക്കെ നിങ്ങൾ കറങ്ങാം. അപ്പോൾ ഈ ഇ പാസ് നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളെ റൂൾസ് ഫോളോ ചെയ്തിട്ട് എടുത്തിട്ട് വരികയാണെങ്കിൽ ഇത്ര ട്രാഫിക് ആവില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇപ്പൊ നിങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് എന്തും ചെയ്യും. എന്നിട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നാട്ടുകാരെ കുറ്റം പറയാം. ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വേണം, ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടുത്തെ സ്റ്റേറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇമാരി പ്രശ്നങ്ങളൊക്കെ വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഏതോ ഒരു വ്ളോഗർ ഉപ്പടയോ വാപ്പടയോ പണ്ണാടെ അവൻ വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ട് പോയിക്കണേ. എങ്ങനെ റോഡ് മോശമാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കണം. അല്ലാതെ താളൂരിൽ ബോർഡ് വെച്ചതിന് അവന്മാർ അങ്ങനാക്കി ഇങ്ങനാക്കിന് വർഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അവനിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ താളൂർ പ്രശ്നത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അത് എങ്ങനെയാണ് കാണുന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ വർഗീയത ഉണ്ടാക്കിയിട്ട് തമ്മിൽ തള്ളിപ്പിക്കുന്ന പരിപാടി ഒപ്പിക്കരുത്. ദയവ് ചെയ്ത് നാടുകാണി വഴിയിലല്ല, ഏത് ബോർഡർ കൂടെ നിങ്ങൾ വരികയാണെങ്കിലും 1 ലിറ്റർ 2 ലിറ്റർ ബോട്ടിൽ എടുത്തിട്ട് വരരുത്. 5 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്തിട്ട് വരിക. അതാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ലാതെ 1 ലിറ്റർ 2 ലിറ്റർ ബോട്ടിൽ നിങ്ങൾ എടുത്തിട്ട് വരുന്ന വരെ ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ലേറ്റ് ആവും, ട്രാഫിക് ആവും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിങ്ങൾ തന്നെ ആവും.